പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വീണ്ടും എൻ്റെ എല്ലാ യൂട്യൂബ് ഓഡിയൻസിൻ്റെ അടുക്കൽ ഒരു സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശൈല ആൻറ്റിയാണ്. ആൻറ്റി ആയിരിക്കുന്നത് വാളക്കുഴി എന്ന് പറയുന്ന പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്തിലാണ് ആയിരിക്കുന്നത്. ആൻറ്റിയുടെ ഭവനത്തിൽ വെച്ചും ഇടയ്ക്ക് മീറ്റിങ്ങുകൾ നടത്തുവാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ആൻറ്റി സാക്ഷീകരിക്കുന്നത് ആൻറ്റിയുടെ ഭവനത്തിൽ വെച്ചുണ്ടായ ഒരു സാക്ഷ്യമല്ല. നമ്മുടെ ഒരു തേഴ്സ്ഡേ സൂം മീറ്റിങ്ങിൽ ആൻറ്റി ഭവനത്തിൽ വെച്ച് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റിയുടെ ശരീരത്തിലുണ്ടായ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ആൻറ്റി ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആൻറ്റിയോട് തന്നെ ചോദിക്കാം ആൻറ്റിയുടെ ശരീരത്തിൽ എന്തായിരുന്നു പ്രശ്നമെന്നും എങ്ങനെയാണ് ആ സൗഖ്യം ആൻറ്റി ഏറ്റെടുത്തതെന്നും നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം. ശൈല ആൻറ്റി ഒന്ന് പറയാമോ, എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയാണ് ദൈവത്തിൻ്റെ സൗഖ്യം കടന്നു വന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിടുതൽ, അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തിൻ്റെ ആ കരം കഴിഞ്ഞ ദിവസം രുചിച്ചറിയുവാൻ ഇടയാക്കിയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് അനേകർക്ക് വിടുതലായി തീരട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അത് രുചിച്ചറിയുവാൻ ഇടയാക്കി. ഞാനൊരു ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഏതൊരു പെയിനും ഒരു ഡയഗ്നോസിസ് ഉണ്ട്. അതിൻ്റെ ഔട്ട്കം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വലിയ ഡയഗ്നോസിസ് ആയിരിക്കും. എന്നാൽ അതിനൊന്നും പോകാതെ ഞാനിങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇങ്ങനെ പകൽക്കാലം ഞാൻ വളരെ ബുദ്ധിമുട്ടോടുകൂടി ഒരു പണി പോലും എനിക്ക് ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ റൈറ്റ് ഹൈപ്പോകോൺഡ്രിക് റീജിയനിൽ വളരെ പെയിനായിട്ട് ഞാനിങ്ങനെ കടന്നു പോകുമായിരുന്നു. ആ ദിവസം മൊത്തം ഞാൻ എന്നെ തന്നെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് ആ വിടുതൽ പൂർണ്ണമായി കിട്ടുവാനിടയായില്ല. ഞാൻ സമർപ്പിച്ചു, കർത്താവെ എൻ്റെ കുറവാണെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ. എന്നാലും ആ ഒരു പൂർണ്ണതയിൽ എത്താതെ കൊണ്ട് ഞാൻ വളരെ ഭാരപ്പെട്ടാണ് സൂം മീറ്റിംഗ് വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ കടന്നു, അതിനകത്ത് കയറി തുടക്കം മുതൽ എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ല. വളരെ വേദനയോട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഏകാഗ്രതയെ ഞാൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാതാണ് ഞാൻ ഇരുന്നത്. സാധാരണ ഞാൻ സൂമിൽ വീഡിയോ ഓൺ ചെയ്യും, ഞാൻ ഫോക്കസ് ചെയ്യും. പക്ഷേ അന്ന് ഞാൻ ചെയ്തില്ല. ദേവദാസൻ ജാക്സൺ പാസ്റ്ററിനെ ലീഡ് ചെയ്യാൻ പറ്റാതെ അത് വളരെ അസ്വസ്ഥതയാക്കി. എനിക്ക് ആ മീറ്റിംഗ് എനിക്ക് മനസ്സിലായി ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇരുട്ടിൽ കിടക്കുന്ന എങ്ങനെയാണ് ഏത് വിധത്തിലാണ് ആരൊക്കെ ശ്രദ്ധ തിരിക്കുന്നത് അത് ദേവദാസന് വെളിപ്പെടുകയും ചെയ്തു. ദേവദാസൻ മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് സമർപ്പിക്കാനിടയ, ദൈവമേ ഇതെൻ്റെ കാരണമാണ്. ഞാൻ എൻ്റെ ഫോക്കസ് മൊത്തം എൻ്റെ വേദനയിലായിരുന്നു, ദൈവത്തിൽ കർത്താവിലല്ലായിരുന്നു. ആ സമയത്ത് അതുപോലെ ഞാൻ അനുഭവിച്ച വേദനയാണ്. കാരണം അത് എൻ്റെ മനസ്സിൽ ഒരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഒരു ഡയഗ്നോസിസ് ഞാൻ തന്നെ അങ്ങ് ചെയ്തു. എന്നാൽ അതല്ല, കർത്താവിൻ്റെ ആ ഒരു വചനം പറഞ്ഞ ആ വചനത്തിൽ കൂടി ഒരു സോളും ബോഡിയെക്കുറിച്ചുമായിരുന്നു അന്ന് വ്യക്തമായിട്ട്. ഇത് സ്പിരിറ്റ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നമ്മുടെ ബോഡി ജസ്റ്റ് ക്രിയേറ്റഡ് ബൈ പേരൻസിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ സ്പിരിറ്റ്, ആ റിലം, അതൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ഒക്കെയും എൻ്റെ പെയിൻ ഞാൻ മറന്നുപോയി. പിന്നീടാണ് ഈ രോഗശാന്തി ശുശ്രൂഷ വന്നത്. അന്നേരം ഞാൻ പറയുന്നില്ല ഞാൻ രോഗിയായിട്ട് ഇരിക്കുവാണ്. ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തു. ഞാനും കൂടെ അങ്ങ് ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിടുതലായിരിക്കും എന്നുള്ള ഇതിൽ മാത്രം ഞാനിരുന്നു. പക്ഷേ അവിടെ എന്നെക്കാട്ടിലും രോഗികളായ ദൈവമക്കളുണ്ടായിരുന്നു. ചിലർക്ക് കുടുംബത്തിനകത്ത് വിടുതൽ വേണം, ചില റീനൽ പ്രോബ്ലം ഉള്ള സഹോദരങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ ഞാൻ കണ്ടപ്പോൾ എൻ്റെ വിഷയം ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പം കർത്തദാസൻ ഇങ്ങനെ റീനൽ പ്രോബ്ലമായ ഡയാലിസിസിലായിരിക്കും എന്ന ഒരു ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഞാൻ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ ക്വിൻറ്റൻ കാത്തറ്റർ ഉണ്ട്, ഡയാലിസിസ്. അതിഭയങ്കരമായ വേദനയാണ്. ആ വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പേഷ്യൻസിനെയൊക്കെ കാണുന്ന ആ വേദന ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആ സഹോദരൻ്റെ നേരെ കൈ നീട്ടി വീഡിയോയ്ക്ക് ക്യാമറയിലോട്ട് 2 കൈ ഞാൻ നീട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേവദാസൻ പ്രാർത്ഥിക്കുമ്പം എൻ്റെ കരങ്ങളിൽ ഇങ്ങനെ 2 കൈയിലും ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ഞാൻ മനസ്സിലാക്കി അവിടെ വിടുതലാണ്, അതിൻ്റെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഫോക്കസ് ആ സഹോദരന് മാത്രമായിരുന്നു.
പിന്നീടും സഹോദരൻ എണീപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. ആ സഹോദരനോട് പറഞ്ഞു എണീറ്റിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമതും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കരം നീട്ടിയപ്പോൾ അതേ അനുഭവം. എൻ്റെ 2 കരത്തിന്മേൽ ഒരു അസാധാരണമായ ഒരു സ്പർശനം, എനിക്കത് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഒരു ഇലക്ട്രിസിറ്റി എൻ്റെ ദേഹമെല്ലാം അങ്ങ് പെരുക്കാൻ തുടങ്ങി 2 കയ്യിൽ നിന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി ആ സഹോദരന് വിടുതല, അതിനുപരിയായി അന്നേരമായി എൻ്റെ ശരീരത്തിന്മേൽ ഒരു വലിയ വിടുതൽ. ഞാൻ അനുഭവിച്ച ഹൈപ്പോകോൺട്രിക് പെയിൻ അങ്ങ് റിലീസായി. ഞാൻ അത്രയും ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ സൗഖ്യമൊക്കെ. പക്ഷേ ഈ പെയിൻ എന്ന് പറയുന്നത് അതിഭയങ്കരമായ പെയിനാണ്, ഇന്നർ പെയിൻ. ഞാൻ അതങ്ങ് ഏറ്റെടുത്തു. എനിക്ക് സൗഖ്യം, പറയപ്പെട്ട ആ സഹോദരനും സൗഖ്യമാകട്ടെ. അത് കഴിഞ്ഞിട്ട് ദൈവദാസൻ ചോദിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ വല്ലതും അനുഭവപ്പെട്ടോന്ന്. ആ സഹോദരനൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ട് എനിക്കതൊരു വലിയ ഒരു അനുഭവമായിരുന്നു. ആ ഇലക്ട്രിസിറ്റി 2 പ്രാവശ്യം ദേവദാസൻ പറയുന്നുണ്ട് ഫീൽ ചെയ്തോ. അതെനിക്ക് ഫീൽ ചെയ്തു, പക്ഷേ ഞാൻ സാക്ഷി പറയാതെ ഞാൻ സൈൻ ഔട്ട് ചെയ്തു. പക്ഷേ പിന്നീട് ഞാൻ ദേവദാസനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വലിയൊരു വിടുതൽ പ്രാപിച്ച്. അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ആരാധന കഴിഞ്ഞ് വിസ്മയം പറഞ്ഞ് നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ശോഭയുണ്ട്. കർത്താവ് തന്ന സൗഖ്യം എന്ന് വെച്ചാൽ അത് പൂർണ്ണതയാണ്. അന്ന് വ്യാഴാഴ്ചയായി, ഇന്ന് ഞായറാഴ്ച, ഇതുവരെയും അങ്ങനെ ഒരു വെയിനോ യാതൊന്നുമില്ല. ഞാനത് ഏറ്റെടുത്തു. പൂർണ്ണ സൗഖ്യം എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, കർത്താവ് സൗഖ്യം തന്നിരിക്കുന്നത്. തൻ്റെ അടിപ്പിണരാൽ ഉള്ള സൗഖ്യം അതെൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ച പോലെ അവിടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ മേലും വ്യാപരിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ വിശ്വസിപ്പാനാണ് പഠിപ്പിച്ചത്. ഏത് മെഡിസിൻ കഴിച്ചാലും അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. എന്നാൽ നമ്മൾ ആ സൈഡ് ഇഫക്റ്റ് മേലായാലും പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് പോകും. എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന സൗഖ്യം അത് പൂർണ്ണമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. ഇനി മേലാൽ, ഇന്ന് കണ്ട മിസ്രൈം ഇനി മേലാൽ കാണുകയില്ല. നമ്മൾ അത് വിശ്വസിക്കണം. അത് ഏത് ദൈവമക്കൾ, ഇത് ആരായാലും ആര് കേൾക്കുന്നെങ്കിലും ഇത്രയും മാത്രമേ എനിക്ക് പറയുവാനുള്ളത്. വിശ്വസിക്കണം. ഇന്ന് കണ്ട മിസ്രൈം ഇനി മേലാൽ കാണുകയില്ല. അല്ലാതെ കർത്താവ് ബീറ്റ് ബൈ ബീറ്റ്, അതും ദേവദാസൻ പറയുന്നുണ്ട്, കർത്താവ് തരുമ്പോൾ പൂർണ്ണ സൗഖ്യമാണ് തരുന്നത്. അല്ലാതെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടല്ല. ഇതൊക്കെ ഞാൻ അത് ഏറ്റെടുത്തു. അന്നേരം ബ്ലൈൻഡ്ലി ജസ്റ്റ് ബിലീവ് ദാറ്റ് കർത്താവ് തരുന്നത് ഒരു പെർഫെക്റ്റ്, അല്ലാതെ ബിറ്റ് ബൈ ബിറ്റ് സ്റ്റേജ് 1 സ്റ്റേജ് 2 അല്ല. ഇൻസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദ തിങ് ആൻഡ് ജസ്റ്റ് സബ്മിറ്റ് അവർ സെൽഫ് ടു ദ ലോഡ്. അതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുക തന്നെ. ഞാൻ ഒന്നുമില്ല, ആൻഡ് ഐ ആം വിത്ത് യു ലോഡ് ആൻഡ് ഐ ഗീവ് മൈ സ്പിരിറ്റ് ടു യു ആൻഡ് ഗോഡ് വിൽ ഹീൽ യു. ഇതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. ദൈവമക്കളോട് വിശ്വസിക്കണം. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കണം. ദേവദാസന്മാരെ കൂടി കാണിക്കുന്ന വചനം, ദേവദാസന്മാരെ കാണിക്കുന്ന ഹീലിങ് അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ അവിശ്വാസം കാരണമാണ് അത് അവിടെ റിവീലാകാത്തത്. സോ ബിലീവ്, trust, and God will do the rest. Give yourself to the hands of God, and thank you for listening to me. God bless. ഹല്ലേലൂയ. എൻ്റെ യൂട്യൂബ് ഓഡിയൻസിന് എല്ലാം വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഞാൻ മാത്രമല്ല, ഞാനും ഷൈലാൻ്റെയും കൂടെ ചേർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓരോ രോഗസൗഖ്യത്തിൻ്റെ ടെസ്റ്റിമണി ഇടുമ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ യൂട്യൂബിൽ കൂടെ അനേകർ സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് പവർ അറിയാം. ആൻറ്റി പറഞ്ഞ ഒരു ഇലക്ട്രിക് പവർ, ആൻറ്റി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ആ ഹീലിങ്ങിൻ്റെ ആ പവർ റിലീസാകുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകാനായിട്ട് പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചാട്ടെ. നിങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ കിഡ്നിയിലോട്ട് കൈവെക്കണം. നിങ്ങളുടെ ഏത് ഭാഗത്താണോ പ്രശ്നം, കണ്ണിനാണോ ചെവിക്കാണോ, ആ ഭാഗത്തേക്ക് നിങ്ങൾ ഇപ്പോൾ കൈവെക്കുമെങ്കിൽ ഈ സെക്കൻഡിൽ യേശു നൽകുന്ന സൗഖ്യം നിങ്ങളുടെ മേൽ വരാൻ പോകണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈറ്റ് നൗ വി കം ഇൻ ടു യുവർ പ്രസൻസ് ലോർഡ്. കർത്താവേ, ഈ പ്രിയ ജനത്തെ ഞാൻ അങ്ങയുടെ തിരുക്കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പോലെ ഇപ്പോൾ ദൈവശക്തി റിലീസ് ആകട്ടെ. അവരുടെ രോഗാവസ്ഥയിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ സെക്കൻഡിൽ അത്ഭുതകരമായ രോഗസൗഖ്യം കിഡ്നിയുടെ മേൽ വ്യാപരിക്കട്ടെ. ഗോൾ ബ്ലാഡറിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഹാർട്ടിൻ്റെ മേൽ വ്യാപരിക്കട്ടെ.
ലങ്സിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, കണ്ണുകളുടെ മേൽ വ്യാപരിക്കട്ടെ, ചെവിയുടെ മേൽ വ്യാപരിക്കട്ടെ, യൂറിനറി ഇൻഫെക്ഷൻ്റെ മേൽ വ്യാപരിക്കട്ടെ, അളിഞ്ഞുപോയ കാലുകളുടെ മേൽ വ്യാപരിക്കട്ടെ, അളിഞ്ഞുപോയ കൈകാലുകളുടെ മേൽ വ്യാപരിക്കട്ടെ. Take it. I release the power of God. We release the power of God. We release the healing touch. ഈ സെക്കൻഡിൽ തന്നെ ഈ പ്രിയ ജനം സൗഖ്യമായതിനായി സ്തോത്രം. എവ്രി സ്പിരിറ്റ് ഓഫ് സിക്നസ് ലീവ് റൈറ്റ് നൗ. എല്ലാ രോഗാത്മാക്കളും അവരുടെ ശരീരം വിട്ട് പോകട്ടെ. അലർജിയുടെ രോഗാത്മാവ് ഗെറ്റ് ഔട്ട്. ഡിപ്രഷൻ ഗെറ്റ് ഔട്ട്. Brain tumors get out. Tumors in different places get out. ഇതൊരു സൗഖ്യത്തിൻ്റെ മൊമെൻ്റ് ആണ്. ഇവിടെ ഹീലിങ്ങിൻ്റെ വൈബ്രേഷനുകളുണ്ട്. ഈ വീഡിയോ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കാണിക്കാം. അവിടുന്ന് അവർ എഴുന്നേക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ബിക്കോസ് ദിസ് വീഡിയോ ക്യാരി എ വൈബ്രേഷൻ ഓഫ് ഗോഡ്, the healing touch and power of God. കർത്താവേ, സൗഖ്യമായ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകരെ സൗഖ്യമാക്കാൻ ആൻറ്റി ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി മേലാൽ രോഗങ്ങൾ ആൻറ്റിയുടെ ശരീരത്തിൽ വരാതിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ പ്രിയജനത്തെ ഒരുമിച്ച് തൃക്കരങ്ങളിൽ തരികയാണ്. ഏവരെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. God bless you. Amen.